കിളികൾ പലതുണ്ടേ കാടേറാൻ വാ കൂടേറാൻ വാ. ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. എന്റെ നെഞ്ചാകെ നീയല്ലേ. മീശമാധവനിലെ ജഗതി കണ്ണിൽ ഈർക്കളി വെക്കണ പോലെ വെക്കേണ്ട വരികയാണോ? കണ്ണടയരുത്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് എൻട്രി ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു നൈസ് തണുപ്പൊക്കെ കിട്ടി തുടങ്ങി. നമുക്കിനി ഇതേ തമിഴ്നാട് ചെക്ക് പോസ്റ്റും കൂടിയും കടക്കാനുണ്ട്. ആ കാണുന്നതൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഫാക്ടറികളാണ്. നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടം നമുക്ക് വേറെ എവിടെയല്ല കാണാൻ പറ്റുക, അത് നമ്മുടെ സ്വന്തം വാൽപ്പാറയിൽ തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവരിതിങ്ങനെ അടക്കി ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെട്ടി നിർത്തി വെച്ചേർക്കണം കാണാനായിട്ട്. നമ്മൾ നേരത്തെ ഒരു KL13 വണ്ടിനെ നമ്മൾ കൂടെ കൂട്ടിയിരുന്നില്ലേ. ആക്ച്വലി KL13 ആണെന്നുണ്ടെങ്കിലും അവർ കൊച്ചിയിലുള്ളവരാണ്. നമ്മൾ ചായ കുടിക്കാനൊക്കെ നിർത്തിയപ്പോൾ അവരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു ആക്ച്വലി നമ്മൾ അവരെ ഫോളോ ചെയ്ത് അവർ പോലും അറിയാണ്ട് നമ്മളെ റൈഡിങ് പാർട്ട്നേഴ്സ് ആക്കി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഒരു റൈഡർ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് പുതുതായിട്ട് കിട്ടി. ഇത് തന്നെയാണ് ഒരു റൈഡേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാനുണ്ടെങ്കിൽ. നമുക്ക് അറിയാത്ത ആൾക്കാരെ നമ്മൾ കണ്ടു പരിചയപ്പെടുക, സംസാരിക്കുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിരിയും എന്നറിഞ്ഞിട്ടും നമ്മൾ സംസാരിക്കുന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണു, കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണു, ദെൻ നമ്മൾ മടങ്ങണു. അങ്ങനെ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഈ വഴി അങ്ങനെ അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മളെന്തായാലും അവിടേക്ക് പോവും. അവിടെ എന്തായാലും നമ്മൾ കവർ ചെയ്യണതായിരിക്കും. അപ്പോൾ അവിടേക്കാണ് ആ ഒരു വഴി കയറി പോണത്. ഈ വഴി എന്ന് പറയുകയാണെങ്കിൽ ഷോളയാർ ഡാം നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ വാൽപ്പാറ ടൗണിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴിക്ക് പോകണില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഷോളയാർ ഡാം ജസ്റ്റ് ഒന്ന് കാണണം, കവർ ചെയ്യണം. അവിടെ വെള്ളമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് സെൻസസ് ഒക്കെ ഒന്ന് എടുത്ത് ചിക്കി ചകഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അയ്യോ, അതേ ഒരു വാട്ടർഫോൾ ഇതേ കാണാം. നൈസായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഷോളയാർ ഡാമൊക്കെ കണ്ട് വാൽപ്പാറ ടൗണിൽ കൂടെ കയറിയിട്ട് പിന്നെ നമുക്ക് നല്ലമുടി വ്യൂ പോയിന്റ് പോവാം. ദെൻ ഒരു സ്പെഷ്യലായിട്ടുള്ള വേറൊരു സ്ഥലമുണ്ട്. അവിടേക്ക് എൻട്രി ഈ ടൈമിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ശനി ഞായറും എന്തായാലും എൻട്രി ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു മൂഡ് നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അടിപൊളി സ്പോട്ടാണ്. ഒരു വാട്ടർഫോൾ തന്നെയാണ്. അട്ടൊക്കെ ഉണ്ടാവും അവിടെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞ ആ ഷോളയാർ ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഡാമിൽ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എൻട്രിയിലേക്ക് പോകണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ഇത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗമാണ്. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ എന്തായാലും. ഇതാണ് ഡാമിൻ്റെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. ചെറുതായിട്ട് ഇവിടെ നോക്കിയാൽ വെള്ളം വരുന്നുണ്ട്. എന്നാലും നമുക്കിവിടെ വണ്ടി നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം. അറ്റ് ലാസ്റ്റ് അതേ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എന്നൊന്നും പറയാനില്ല. സീനുവിന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. അവളിതേ വണ്ടിയുമ്പോൾ ഒത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഷോളയാർ ഡാം എന്ന് പറയാനുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടിയും അതെ, ഒരുപാട് വെള്ളം നമുക്കിങ്ങനെ ഡാം അങ്ങനെ നല്ല രസമായിട്ട് തന്നെ നമ്മൾക്ക് വ്യൂ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാലം പോലത്തെ ആ ഒരു സ്ഥലം. ഇവിടെ പിള്ളേര് ക്രിക്കറ്റ് അല്ല സോറി ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ. ക്രിക്കറ്റ് കളിക്കാൻ ഒരുപാട് ആൾക്കാർ ഇതേ അടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഫോഗിൻ്റെ ഒരു കുറവുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് മഴ പെയ്യണില്ല, അതെന്നെ വലിയൊരു കാര്യം. നമ്മളിത് ഇപ്പം കയറാൻ വേണ്ടി പോണ ഈ സ്ഥലമാണ് കേട്ടോ, നമ്മളുടെ ഓൾഡ് വാൽപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇവിടെ വാൽപ്പാറയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏത് മുക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ബ്യൂട്ടി, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഭയങ്കര ബ്യൂട്ടിയാണ്. ഇപ്പൊ നമുക്ക് ഒരു കിണ്ട് ഏതാ വീട് ഞാൻ പറയാതെ നിൽക്കരുത്, നമുക്കൊരു പെഡ വിഷ്വല് കിട്ടുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് അതിനേലും അടിപൊളി ഒരു സാധനം കിട്ടി. വിൻറ്റേജ് ബൈക്സ് RX100. നമുക്കൊരു അടിപൊളി വ്യൂ ആണ് ഇതേ കിട്ടാൻ വേണ്ടി പോണത്. നോക്കിയത് എന്ത് രസാലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലമുടി വ്യൂ പോയിന്റ് പോകണം. ദെൻ നമുക്ക് അവിടെ തന്നെ വേറൊരു അടിപൊളി വാട്ടർഫോൾസ് ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകണം. ദെൻ പിന്നെ തലനാർന്ന് മണ്ടൊരു അടിപൊളി സ്ഥലമുണ്ട്. നല്ല ഫോഗും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടാവും അവിടെ. അപ്പോൾ ആ സ്ഥലം കൂടി നമുക്ക് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. നമ്മൾ ഒരു പെരുമഴ കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു നല്ലമുടി വ്യൂ പോയിന്റ് എത്താനായിട്ടുണ്ട്. വാൽപ്പാറൊക്കെ നമ്മൾ കഴിഞ്ഞു പോന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാവുന്നത് നല്ല അസല് മഴയായിരുന്നു. ആ മഴയത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഗോപ്രോ നശമായി പോവും. അപ്പോൾ നമ്മൾ മഴ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് എടുക്കുകയാണ്. ഇതിവിടെ ഒരു അമ്പലവും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർ ഇവിടെ ഫുട്ബോള് ക്രിക്കറ്റൊക്കെ കളിക്കണ കാണാറുണ്ട്. ഇപ്പോഴല്ല, മഴ ഇല്ലാത്തപ്പോഴൊക്കെ കളിക്കണ കാണാറുണ്ട്. ഇവിടുന്ന് കഷ്ടി 1 കിലോമീറ്റർ ഉള്ളൂ, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും, നല്ലമുടി വ്യൂ പോയിന്റ് എത്തും. കണ്ടോ, ഇവിടെ കാണുന്നത് മൊത്തം തേയിലത്തോട്ടാണ്. എന്ത് രസം അറിയാം ഇങ്ങനെ കാണാൻ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോണതും. ഒരു എഫേർട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അതിന് കാരണക്കാരൻ വേറെ ആരുമില്ല, ഇവൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. എന്തായാലും നമ്മളിത് എത്തിയിട്ടാ, നല്ലമുടി വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. യെസ്, അപ്പോൾ നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളി തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിനി അവിടെ പോയിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതേ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പോൾ വെള്ളം കൂടി നിറഞ്ഞ് നിൽക്കണവരാ, അവരങ്ങോട്ട് എൻട്രി മാത്രം നമുക്ക് തരേണ്ടതുള്ളൂ. എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇവിടുന്ന് എടുക്കുന്ന അതേ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് അപ്പുറത്തെ അതേ സെയിം ആ ഒരു വാട്ടർഫോൾസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെയാണ് നടന്നു പോവുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ, L13 ആക്ച്വലി അവർ കൊച്ചിക്കാരാണ്. അവസാനം നമ്മൾ അവരങ്ങോട്ട് കൂടെ കൂട്ടി. ഇന്നത്തെ എൻ്റെ ട്രിപ്പ് അവർ നമ്മളെ കൂടെ ഉണ്ടാവും, പിരിയണത് വരെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളുടെ കൂട്ടിനൊരാൾക്കാരെ സൈനു നേരത്തെ പറഞ്ഞിരുന്നു ഓർമ്മ, ആന വരികയാണെങ്കിൽ ആദ്യം ഇവരെ ചവിട്ടിക്കോട്ടെ,
എന്നുള്ള മൈൻഡില് ആ ആൾക്കാരായിട്ട് ഇവർ രണ്ടുപേരും അവസാനം ഞങ്ങളെല്ലാരും കൂടി കണക്ഷനായി. നമുക്കിത് ആ കാണാണ്ടോ, ആ ഏറ്റവും അറ്റത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതിനുശേഷം ഫോഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഭയാനകമായ ആ ഒരു കാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നടക്കാണ്ട് കുറച്ച്. ഇതൊരു നേരെ നിങ്ങൾക്ക് തോന്നും നേരെ അങ്ങോട്ട് നടന്ന് കയറണതാണ്, പക്ഷെ അല്ല, ഇതൊരു ചെറിയൊരു കയറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിതപ്പ് വരുന്നത്. ബാക്കി വ്യൂ നമുക്ക് അവിടുന്ന് കാണാം. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല അസല് വെയിൽ വൈകിട്ടാ. അറ്റ് ലാസ്റ്റ് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാനുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്തൊരു കാടിൻ്റെ കാര്യം, ആ കാടാണ് ഈ കാട്. അതായത് നമ്മളുടെ കേരളത്തിലേക്കൊക്കെ മഴ തരണ ഒരു കാടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും കാടാട്ടാ. നമുക്ക് അവിടെ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? ആക്ച്വലി ഈ ഒരു ഭാഗത്തെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വൃത്തിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്ന ഫോഗൊക്കെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ മൊത്തം ഫോഗായിരിക്കും, നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് മാത്രം കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരുന്നു. നല്ലൊരു രസമുള്ളൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ട് എന്തായാലും വന്നത് മിസ്സായില്ല അല്ലേ? ഉപകാരമായില്ലേ? ഇവര് ജസ്റ്റ് വാൽപ്പാറ ടച്ച് ചെയ്യുന്ന ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പിടിച്ചു വലിച്ച് കൊടുക്കുന്നതാണ്. എന്തായാലും ഇവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഥലം കാണാം. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ, ഒന്ന് ആസ്വദിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഓക്കെ, ഞങ്ങളിത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ ജസ്റ്റ്. അതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾക്ക് വൃത്തിയായിട്ട് തന്നെ കാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ആ ഒരു സെയിം സ്ഥലമാണ് ഇപ്പോൾ. ആകെ ഫോഗൊക്കെ വന്ന് നിറഞ്ഞ് നിൽക്കുന്നു. ഇപ്പോൾ ഒരു നൈസ് ഒരു ചാറ്റൽ മഴയും പെയ്തു, ഹാപ്പി ആയി. ആക്ച്വലി ഞങ്ങളിത് ഈ ചിന്നക്കല്ലാർ ഡാമിൻ്റെ ഈ ഒരു കറക്റ്റ് സ്പോട്ടിൽ, അതായത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ എത്തി. പക്ഷേ മഴ കാരണം ഇവിടെ നോട്ട് അലൗഡ്, അതാണ് അവസ്ഥ. അപ്പം അത് കാരണം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ നമുക്ക് കാണാൻ കിട്ടിയില്ല. എന്നിരുന്നാലും എൻ്റെ കയ്യിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ടായിരുന്ന പഴയ വീഡിയോ ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം. യെസ്, അറ്റ് ലാസ്റ്റ് ദേ നമ്മൾ വെള്ളമണൈ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. ഇത്രയും നാൾ ഇവിടെ ലോക്കായിരുന്നു. ഞങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ലോക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിന്നക്കല്ലാർ ഡാം, അതുപോലെ തന്നെ ചിന്നക്കല്ലാർ വാട്ടർഫോൾസ്, ആ ഒരു ഭാഗം നമ്മൾ വിചാരിച്ചാൽ അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ മഴ കൂടിയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പകരം ഇവിടെ ഇത്ര നാളും, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് മദ്യപിച്ചിട്ടും അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് സൂയിസൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ടില്ലേ, ഈ കമ്പിവേലിയൊക്കെ വെച്ച് ഇവിടെ ആകെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതൊരു കാണേണ്ട ഒരു ടണൽ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ കിളി പോവും, അമ്മാതിരി ടണലാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വെള്ളമള്ളി ടണൽ. ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദയനീയമാണ്. ഒരാൾ മാത്രമേ കടക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം
ഡേഞ്ചറാണ്. ഈ ഒരു ടണലിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്രയും ഫോഴ്സിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഇതിവിടെ പോകാൻ. പക്ഷെ അതേ 3 കുരിപ്പുകളും അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ മാത്രം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശല്ലേ. ഞാൻ എവിടെയും പിടിക്കാണ്ടാണ് ഈ പോണത്. ഇവിടുത്തെ ഇതിന്റെ നോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോ അല്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ടണൽ. ഈ ടണലിൽ നിന്ന് വരുന്ന വെള്ളം അതേപോലെ തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്ര ഫോഴ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഭയാനകമാണ്. നേരിട്ട് വന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് തൽക്കാലം എന്റെ പൊന്നെ എന്തൊരു ഫോഴ്സാന്ന് അറിയോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വെള്ളമലി ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ഒരു വിശേഷങ്ങള്. ഇനി നമുക്ക് പച്ചമലൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കൂടി ഉണ്ട്, അവിടെ കവർ ചെയ്യാം. ശേഷം ബാലാജി കോവിലുണ്ട്, അവിടെ നമുക്ക് പോകാനുള്ള ടൈമില്ല. കാരണം നമുക്ക് തലനാർ എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് നമുക്ക് പോകണം. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തേക്കും ഇവിടെ ഒരു മാക്സിമം ഒരു 4 to 5 മണി വരെ നമുക്ക് ഇവിടെ പെർമിഷൻ ഉള്ളു. 5 മണിക്കുള്ളിൽ കയറിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്കിപ്പ് ആവുകയാണ്. നമുക്ക് ഇനി വാൽപ്പാറയിൽ പോയിട്ട് പെട്രോൾ അടിക്കണം, പ്ലസ് നമ്മുടെ വയറ്റിലും കൂടി പെട്രോൾ അടിക്കണം, ലൈക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹാപ്പിനെസ്. അപ്പോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് നമുക്കിനി പച്ചമലൈ. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ പച്ചമലൈ നമുക്ക് പോവാം. അതിന് ശേഷം തലനാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചയായിട്ട് കാണാം. ആക്ച്വലി ഇതാണ് ഞങ്ങൾ പറഞ്ഞ നാട്, പച്ചമലൈ. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ആ മുകളിൽ കാണുന്നത് എന്താ പറയുക, ഇവിടുത്തെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയും. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ. മോർണിംഗ് ഒക്കെ വേറെ ലെവലാണ്. ഇത് പച്ചമലൈ. ഇതിൻ്റെ അപ്പുറത്തൊരു വ്യൂ ഉണ്ട്, ആ വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാറ്. ഇത് ദേ ഇവിടുത്തെ ഒരു കുഞ്ഞമ്പലം, നല്ല രസമാണ്. കോവിൽ എന്ന് പറയും ഇവിടെ ഉള്ളവർ. ചെക്കന്മാരെത്തിയല്ലോ. അപ്പോൾ ദേ ഈ കാണുന്ന തേയിലത്തോട്ടം കണ്ടില്ലേ, ദേ ആ കാണുന്നതിൻ്റെ മുകളിൽ ആ കാണുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിക്കാറ്. അതിൽ ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റും. അവിടെയാണ് ഞങ്ങൾ താമസിക്കാറ്. ഏർലി മോർണിംഗ് നേരത്തോടൊക്കെ എണീറ്റ് ഒരു ചായയൊക്കെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഫീലല്ല ഇത് എന്ന് പറയണത്. വേറെ തന്നെ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പച്ചമലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഇനി നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അപ്പുറത്ത് നമുക്കിപ്പോൾ പോകാൻ ടൈം ഇല്ലാത്തതാണ് ആനക സോണ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു വലിയൊരു കുളമുണ്ട്. അതായത് ഒരു 7 ആനയുടെ അടിയിലേക്ക് താഴ്ചയുള്ളൊരു കുളം. അതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ബ്ലാക്ക് ആയിട്ട് കിടക്കണതാണ് ആ ഒരു ഭാഗം മാത്രം. അങ്ങോട്ടൊക്കെ നമുക്ക് ഇപ്പോൾ പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് പോയിട്ട് ചെറിയ ഷോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇടാം. നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാനുള്ളത് തലനാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കൂടി നമുക്ക് കണ്ടിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് വാൽപ്പാറ ടൗൺ കേട്ടോ. പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് അടി കാര്യങ്ങളൊക്കെ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു. എന്താ പറയുക, നമ്മൾ വേറൊരു നാട്ടിൽ വന്നാൽ വേറൊരു നാട്ടിലത്തെ ഫുഡ് കഴിക്കണം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ബിരിയാണിയും നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കൊള്ളാം, അടിപൊളിയാണ്. ഫോഗ് കിട്ടിയിട്ടാ. അങ്ങനെ നമുക്ക് ആനനെ കിട്ടിയില്ല, പുലിനെ കിട്ടിയില്ല, കരടിനെ കിട്ടിയില്ല, പോട്ടെ ഒരു കാട്ടുപോത്തിനെ പോലും കിട്ടിയില്ല നമുക്ക്. പക്ഷേ കോട കിട്ടി. അതാണ് വാൽപ്പാറ. കോട കിട്ടി നമുക്ക്. എന്തായാലും അങ്ങനെയെങ്കിൽ അങ്ങനെ ഹാപ്പി. യെസ്, ഐ തിങ്ക് വാൽപ്പാറയിൽ എപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഫോഗ് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാനുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. നമുക്ക് 5 മണിക്ക് മുന്നേ തലനാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം.
ഫോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ നല്ല രീതിക്ക് തന്നെ വന്ന് മൂടിക്കെടുക്കണ്ട് കേട്ടാ. ഏതാ വീട് അയ്യോ വേറെ ലെവലായിട്ട് കേട്ടാ. ഇതിന്റെ പൊന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നും കാണാനില്ല. എന്തായാലും ഈ ഒരു വാൽപ്പാറ ട്രിപ്പ് ഇപ്പോഴാണ് ശരിക്കും ബ്യൂട്ടി ആയത്. നമുക്ക് വണ്ടിയിൽ കാണാൻ പറ്റും 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ കാണിക്കണതെങ്കിലും ഫോഗിന്റെ ഒരു മയം കണ്ടില്ലേ നിങ്ങള്. ഇതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ കാര്യം, അതായത് ഈ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതാണ് അവസ്ഥ. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ തന്നെ അതിൻ്റെ. എന്തായാലും തലനാർക്ക് പോകാനുള്ള എൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റ് ഇതേ നമ്മൾ കടന്നിട്ടുണ്ട്. 240 റുപ്പീസ് ഉണ്ടോ നമ്മൾക്ക് 2 വണ്ടിക്കും കൂടിയായിട്ട്. നോക്കി കണ്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകൂട്ടോ. ഇപ്പോൾ മഴയില്ല, ഫോഗ് മാത്രം, ഓൺലി ഫോഗ്. നല്ല അടിപൊളി തണുപ്പും. ഇപ്പം നമുക്ക് വണ്ടിയിൽ കാണാൻ വേണ്ടി പറ്റും 18 ഡിഗ്രി സെൽഷ്യസ്. ഇടയ്ക്ക് 18 ആവുന്നുണ്ട്, ഇടയ്ക്ക് 19 ആവുന്നുണ്ട്. ചില സ്ഥലങ്ങളിനനുസരിച്ച് ഇരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ കാറ്റാണ്. ഒടുക്കത്തെ കാറ്റാണ്, അല്ല അസല് കാറ്റ്. നമുക്ക് എന്തായാലും ഏറ്റവും ടോപ്പിൽ പോയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. എന്തായാലും അവര് അങ്ങേയറ്റം ഹാപ്പിനെസ്സിലാണ്. എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഫോഗ് കിട്ടുന്നതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും അവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ നമുക്കും സന്തോഷം. വാൽപ്പാറയ്ക്ക് വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വാൽപ്പാറയിൽ എവിടെയും പോയിട്ട് ഫോഗ് കിട്ടിയില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോ. ഇവിടെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഇവിടെ ഫോഗ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേകത പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. ഫോഗ് മാത്രമല്ല, നല്ല അടിപൊളി കാറ്റും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കണ്ടു വാഗപ്പൂവിൻ കുടം, കണ്ടു മണിയിലെൻ്റെ തറകളും, മാനോടുന്നുണ്ടേ ചേക്കേറുന്നുണ്ടേ, കിളികൾ പലതുണ്ടേ, കാടേറാൻ വാ കൂടേറാൻ വാ, കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനന. നമ്മളുടെ ഈ ഒരു ലോകം, അതായത് ഈ ഒരു വേൾഡ്, എർത്ത് എന്ന് പറയണത് എന്തൊരു അത്ഭുതമാണല്ലേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. മനോഹരമായിട്ടുള്ള എന്തെല്ലാം കാഴ്ചകളാ പടച്ചവനെ, എന്തൊക്കെ കാണണം എന്ന് പറയണ പോലെ. ഓ ഇതിങ്ങനെ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. ഫുള്ള് ഫോഗിന്റെ ഇടയിൽ കൂടെ ഞാനും വണ്ടിയും സെയിലും, അതിൻ്റെ ഇടയിൽ തേയിലത്തോട്ടം. അയ്യോ, ഇത് വെറുതെ വീഡിയോയിൽ പറയണ പോലെയല്ല ഗൈസ്. നിങ്ങളിത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യന്നെ വേണം. ഇതിങ്ങനെ ഫോഗ് ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ പോണണ്ട ആ കാറ്റിന്. അടിപൊളി കേട്ടാ, വേറൊന്നും പറയാനില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മളുടെ ഈ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിരപ്പള്ളി ത്രൂ മലക്കപ്പാറ റൂട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കണ്ട സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നല്ലമുടി വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു. അതുപോലെ ചിന്നക്കല്ലാർ ഡാം, അതുപോലെ തന്നെ ചിന്നക്കല്ലാർ വാട്ടർഫോൾസ്. അവിടെ ഇപ്പോൾ നല്ല ഹെവി മഴ ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയില്ല. പകരം നമുക്ക് വെള്ളമലൈ ടണൽ, ഇതൊക്കെ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചു. അറിയില്ലെങ്കിൽ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യണതാണ്. ദെൻ നമ്മൾ ബാലാജി കോവിൽ എന്ന് പറഞ്ഞിട്ട്, ബാലാജി കോവിൽ അങ്ങനെയാണ് ഇവിടെ പറയുക, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഭയങ്കര സമാധാനമായിട്ട്, ഒരൊച്ചപ്പാടും, ഇത്രയും ടൂറിസ്റ്റുകാർ അങ്ങോട്ട് വരുമെങ്കിലും ഒരൊച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ബാലാജി കോവിൽ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പോയി ഇരിക്കാറുണ്ട്. ഇനിയും അവിടെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. ഈ വാൽപ്പാറയിൽ ഒരു പ്രത്യേകത ഉണ്ട്. വാൽപ്പാറ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടത്തില്ല. ഇപ്പം തന്നെ നമ്മളിത് ജസ്റ്റ് മിസ്സാണ്. യെസ്, തലനാരെത്തി. ഇതാണപ്പോൾ തലനാർ.
ഇതിൻ്റെ മുകളിലാണ് ആക്ച്വലി കയറേണ്ടത്. കാറ്റിപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷെ എന്നിരുന്നാലും ഒരു മിനിറ്റ് ഞാൻ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് സൈഡാക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറി നിൽക്കണം. ഇപ്പോൾ കുറച്ച് കാറ്റ് കുറവാണ്, എന്നാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വാൽപ്പാറ വിശേഷം എന്ന് പറയാനുണ്ടെങ്കിൽ. നമുക്കിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് 2 കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ട്. എനിവേ നല്ല ബോണ്ടാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്ത്. സനൂഫ്, ജാസിംക, ഞങ്ങളുടെ ഫുഡി. ഞങ്ങൾ ഫുഡി എന്നാണ് ഇവനെ വിളിക്കുന്നത്. ഞാൻ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം തെളിയിച്ചു തന്നവൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനുണ്ടെങ്കിൽ. ദെൻ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പൊള്ളാച്ചി ത്രൂ ഇറങ്ങും. ദെൻ കുറച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ട് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് പൊള്ളാച്ചി ത്രൂ ആണ് നമ്മൾ ഇനി ഇറങ്ങി പോവുക. പോണ വഴിക്കുള്ള ഹെയർ പിന്നൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇവിടെ വെച്ചിട്ട് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു വണ്ടിയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെക്കും ബൈ.